ഉമാനന്ദ ടെമ്പിളിൻ്റെ വിശേഷങ്ങളും ഇങ്ങോട്ട് വന്ന യാത്രയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണേണ്ടതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് കാമാഖ്യ ടെമ്പിളിലേക്ക്, അതായത് ആസാമിലെ ഏറ്റവും പ്രശസ്തവും ഇന്ത്യയിൽ വളരെ വ്യത്യസ്തമായ ആരാധന നടക്കുന്ന ഒരു അമ്പലമാണ് കാമാഖ്യ ക്ഷേത്രം. അപ്പം നമുക്കിനിയും കാമാഖ്യ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയും അതിൻ്റെ കാഴ്ചകളും കാണാം ഗൈസ്. അവിടുന്ന് മലയൊക്കെ ഇറങ്ങി വന്നാട്ടോ, അതാ മടുത്തിരിക്കുന്നത്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ഞാനൊന്ന് കാഴ്ചകൾ കാണട്ടെ. കാരണം ഈ വീഡിയോ എടുക്കുമ്പം സത്യത്തിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റില്ല ഗൈസ്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന ആ തിരക്കിലും ഒക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ തിരിച്ചുള്ള യാത്ര ഞാൻ ആസ്വദിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ആ വീഡിയോ പോയി കാണും. അതിന് മുമ്പത്തെ വീഡിയോ റോപ്പിൽ പോകുന്ന വീഡിയോ. അങ്ങനെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ആസാമിലെ ഗുവാഹട്ടിയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ഗോൾപാറയിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ വ്ളോഗിൽ വന്നിട്ടുണ്ട്. വിയുടെ യാത്ര. അപ്പോൾ വിയുടെ യാത്രയുടെ മറ്റ് എപ്പിസോഡുകൾ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാമാഖ്യ ടെമ്പിളിലേക്കുള്ള വഴിയൊക്കെ നമുക്ക് ചോദിച്ച് പോകാം ഗൈസ്. കാരണം അറിയത്തില്ല വഴിയൊന്നും. ലോക്കൽ ട്രാൻസ്പോർട്ടാണ് കൂടുതൽ ഉപയോഗിച്ചത്. കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം. ഇനി അങ്ങോട്ടുള്ള വണ്ടി ഏതൊക്കെയാണ് കിട്ടുകയെന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് അന്വേഷിച്ച് നോക്കാം. ഇത് ബസ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ബസ് സ്റ്റാൻഡായിട്ട് അങ്ങനെയൊന്നുമില്ല. മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ബസ് നിൽക്കുന്ന സ്ഥലം. അവിടെ നിൽക്കും, ആളെ കയറ്റും, പോകും. ഇത് തന്നെ ഭായ് ഇതർ ബസ് റുക്കേക്കാ കാമാഖ്യ ജാനേക്കാ കാമാഖ്യ ടെമ്പിൾ. ഭായിനോട് ചോദിച്ചു, ഭായിമാർ പറഞ്ഞു തന്നിട്ടോ വഴി. ഇതാണോന്ന് അറിയില്ല. ഇങ്ങനത്തെ ബസ്സുകൾ വരും ഗൈസ്. കമ്പനിക്കാരൻ വന്നു, ടാക്സിയാണ്. जी 150 नहीं जी, बस में जाएगा, बस जाएगा। वो तो यार दर्शन नहीं होगा, बहुत देरी लगेगा आपको। बस जाएगा रुक के, कोई बात नहीं, घंटा पड़ देगा। ऐसा एक्सप्लोर करने के लिए आया ना, कोई बात नहीं, कोई बात नहीं. അണ്ണാശി ആദ്യം അണ്ണാശില്ല ഭായി ആദ്യം 200 റുപ്പീസ് പറഞ്ഞു കേട്ടോ. ടൂറിസ്റ്റ് വണ്ടിയാണ്. പിന്നെ എന്നോട് പറഞ്ഞു 150 രൂപ. പിന്നെ പറഞ്ഞു 100 അവസാനം ബസ്സിന് 40 രൂപ, 20 രൂപ, ചെറിയ 10 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. ബസ്സിൽ കയറുമ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപയാവും. ആ ബോട്ട് ഇറങ്ങി ഉടനെ കാണുന്ന വണ്ടികളാണ് കേട്ടോ അവിടെ കാണുന്നത്. ഓട്ടോറിക്ഷക്കാർ പറഞ്ഞത് 300 രൂപയാണ് കേട്ടോ. क्या भाई? नहीं जी नहीं, जाओ आप जाइए. नहीं 100 രൂപയ്ക്ക് കൊണ്ടുപോകാൻ വാവാന്ന് പറയുന്നുണ്ട്. പിന്നെ വന്ന് വിളിക്കുകയാണ്. ടാറ്റാൻ്റെ കിഡിലൻ ഒരു മിലിറ്ററി വണ്ടിയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഹൈറ്റ് നോക്ക്, വരവെന്ന് കണ്ടോ. വാ പൊളി. മിലിറ്ററി വണ്ടിയൊക്കെ കാണുമ്പോൾ രോമാഞ്ചം കേട്ടോ ഗൈസ്. അങ്ങനെ ബസ്സിൽ അള്ളിപ്പിടിച്ച് കയറി കേട്ടോ. നല്ല കിടിലൻ തിരക്കാണ് ഇവിടെ. ഇങ്ങനെയാണ് കേട്ടോ, സകലടക്കം കയറിയിരിക്കും. നല്ല തിരക്കാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് സീറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൊണ്ട് 10 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. നമ്മൾ ബോട്ട് ഹൗസിൻ്റെ അവിടെ നിന്ന് കാമാഖ്യ ടെമ്പിളിലേക്ക്. അതിനാണ് ഓട്ടോക്കാരൻ 300 രൂപയും ഒമിനിക്കാരൻ ആദ്യം 200 പറഞ്ഞത് 150 ആക്കിയത്. ബ്രഹ്മപുത്ര നദിയുടെ സൈഡിലൂടെ കാമാഖ്യ ടെമ്പിൾ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. വെറും 10 രൂപയ്ക്ക് നമ്മൾ കാമാഖ്യ ടെമ്പിളിൽ പോകാനുള്ള വഴിയെത്തി. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് കുറഞ്ഞ ദൂരം അങ്ങനെ എന്തോ ഉള്ളൂ. ചോദിച്ച് അതേ ഗേറ്റ് കാണുന്നു. जी कामाख्या टेम्पल ये रास्ता है? आप जाना क्या? हाँ जाना है। हाँ ठीक है. लॉज बुक है कि नहीं आपका? हाँ जी लॉज नहीं अभी जाएगा वापस, कहीं कुछ ही जाएगा. मंदिर दर्शन करके चल जाओगा? हाँ चल जाएगा. അങ്ങനെ നമ്മൾ കാമാഖ്യ ടെമ്പിളിൻ്റെ വാതിൽ ഗേറ്റ് കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഗേറ്റ്, കവാടം. ഈ വണ്ടി ഇവിടുന്ന് ഇനി ഏകദേശം 3-3.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കിतना 30 രൂപയാണ് കേട്ടോ ഈ വണ്ടിക്ക്. ആണ് ഇനി നമ്മൾ പോകുന്നത്. कितना दूर है भाई इधर से? 3.5 3.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഒരു 30 രൂപയാണ് പറഞ്ഞത്. അപ്പം 30
ബസ്സിന് 10ഉം 40 രൂപേൻ്റെ ദൂരമാണ് ഇപ്പോൾ നമുക്ക് അമ്പലം വരെ. അതിന് മറ്റേ വണ്ടിക്കാർ പറഞ്ഞ ദൂരമൊക്കെ നിങ്ങൾ റേറ്റൊക്കെ നിങ്ങൾ കേട്ടില്ലായിരുന്നു. ഇത്തിരി ഹൈ റേഞ്ച് പോലത്തെ ഒരു ഏരിയയിലാണ് കേട്ടോ കാമാഖ്യ ടെമ്പിൾ ഉള്ളത്. നല്ല കയറ്റം കയറുന്ന കാഴ്ചയാണ് ഗൈസ് ഇപ്പോൾ കാണുന്നത്. ചുരമൊക്കെ ഓർമ്മ വരുന്നു, നമ്മുടെ വയനാട് ചുരമൊക്കെ. വൈ പറപ്പിക്കണ കേട്ടോ. താങ്ക് യു ബൈ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇവിടുന്ന് ഒരു 350 മീറ്റർ നടക്കാനുണ്ട് ടെമ്പിളിലേക്ക്. ഈ കടകളുണ്ടോ ഗൈസ്, ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഈ നല്ല റെഡ് കളറുള്ള ഇതാണ് ദേവിക്ക് നേരാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഈ തുണി പട്ട് പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. എല്ലാം റെഡ് കളറാണ് ദേവിക്കുള്ളത്. അതിൻ്റെ കടും റെഡ് കളറ്, അതിന് ഗോൾഡൻ, അതാണ് ദേവിക്ക് നേരാനുള്ളതാണ് ഈ കാണുന്നതൊക്കെ. തിളങ്ങി നിൽക്കുകയാണ്. ഷൂ വെക്കാനായിട്ട് 10 രൂപയാണ് കേട്ടോ. ഇതർ ടീക്ക് है ഇവിടെ കണ്ടോ എല്ലാവരും ഇങ്ങനെ ഷൂ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. अभी चाहिए क्या जी? अभी चाहिए बाद में ठीक है. हाँ ഷൂ ഇവിടെ അഴിച്ചു വെക്കുകയാണ് ഗൈസ്. ഇത് അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് ആണ് കേട്ടോ. പിന്നെ ചെരുപ്പൊക്കെ വെച്ച് ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ്. ഇനി അമ്പലത്തിൻ്റെ ഐതിഹ്യത്തിനെ കുറിച്ച് പറയാം കേട്ടോ. വലിയ കഥയൊക്കെയാണ്, ഞാൻ ചുരുക്കി പറഞ്ഞുതരാം എനിക്കറിയാവുന്ന പോലെയൊക്കെ. ഗുവാഹട്ടീൻ്റെ അടുത്ത് ബ്രഹ്മപുത്ര നദിക്കരയിൽ നീലാചൽ മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദുർഗാദേവിയുടെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ കാമാഖ്യ ക്ഷേത്രം. ശിവന്റെ ആദ്യ ഭാര്യയായ സതീദേവി ദക്ഷയാഗ സമയത്ത് അനുഭവിക്കേണ്ടി വന്ന അപമാന ഭാരത്താൽ ഉണ്ടായ കോപാഗ്നിയിൽ ജീവത്യാഗം ചെയ്യുവാണല്ലോ. അപ്പോൾ ആ സതീദേവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് ശിവൻ ഇങ്ങനെ എങ്ങോട്ടൊന്നും ഇല്ലാതെ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അങ്ങനെ മഹാവിഷ്ണുവും ബ്രഹ്മാവും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്ര പ്രയോഗത്താൽ സതീദേവിൻ്റെ ഈ മൃതശരീരം 108 കഷ്ണങ്ങളാക്കി ചിതറിപ്പോവുകയാണ്. ഈ 108 ശരീരഭാഗങ്ങളിൽ യോനിഭാഗം വീണ സ്ഥലമാണ് ഈ കാമാഖ്യ. അപ്പോൾ ഇവിടെ വീണ ആ സതീദേവിൻ്റെ യോനി ഭാഗമാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. ഇപ്പം നമ്മൾ ഇവിടെ ഈ കാണുന്ന ഈ ഗോപുരം പോലത്തെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ പോലെയുണ്ട് പാറേൻ്റെ, അതിൻ്റെ ഉള്ളിലാണ് ഈ പ്രതിഷ്ഠ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. തൊഴാൻ പോകുന്നുണ്ട് എന്തായാലും. പിന്നെ ഈ പേര് വരാൻ കാരണം, കാമാഖ്യ എന്നുള്ള പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ അത് വേറെ ഒരു കഥേൻ്റെ ഭാഗമായിട്ടാണ്. അതും വലിയൊരു കഥയാണ്, ചുരുക്കി പറഞ്ഞുതരാം. കാമദേവൻ അതിസുന്ദരനായിരുന്നല്ലോ. കാമദേവൻ പുനർജനിച്ച സമയത്ത് സൗന്ദര്യം ഉണ്ടായിരുന്നില്ല, സൗന്ദര്യം വളരെ കുറവായിരുന്നു. ആദ്യത്തെ ജന്മത്തിലുള്ളതിനെക്കാട്ടും സൗന്ദര്യം കുറവായിരുന്നു. അങ്ങനെ കാമദേവൻ ഇവിടെ വന്ന് തപസ് ചെയ്തിട്ട് സൗന്ദര്യം വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഈ അമ്പലത്തിന് കാമാഖ്യ എന്ന പേര് വന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഉത്സവം അംബുബാച്ചി മേളയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഈ സമയത്ത് ഇവിടുത്തെ ദേവി രജസ്വലിയാവും, അതായത് മാസമുറയാവും എന്നാണ് പറയുന്നത്. 3 ദിവസം മാസമുറയായിരിക്കും. അപ്പം 3 ദിവസം അമ്പലം അടച്ചിട്ടേക്കും. ഇവിടെ പൂജയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പുറത്ത് ഭയങ്കര ഉത്സവവും കാര്യങ്ങളും, ഭയങ്കര ആഘോഷമായിരിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാർ വരും. പിന്നെ ഈ 4ാമത്തെ ദിവസം ഇത് അമ്പലം നട തുറന്നു കഴിഞ്ഞിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ അവിടുത്തെ പ്രസാദമായിട്ട് കിട്ടുന്നത് ഒരു തുണിയാണ്, ഒരു തുണിക്കഷ്ണമാണ്, ചുവപ്പ് കളറിലുള്ള തുണിക്കഷ്ണം. അതായത് ദേവിയുടെ ഈ ആർത്തവ രക്തം പുരണ്ട തുണിക്കഷ്ണമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രസാദം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇത് ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു വ്യത്യസ്തമായ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു അമ്പലമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പോയി തൊഴാം കേട്ടോ. താങ്ക് യു ജി, താങ്ക് യു. ഈ അമ്മ എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ജയശാന്തി
ഈ അമ്മ എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. ഞാൻ ഈ അമ്പലത്തിൻ്റെ ഇവിടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി, സെൽഫി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അമ്മ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. ഇതാണ് ഒരു അമ്പലത്തിലേക്ക് നേർച്ചയായിട്ട് പോകുന്നവരാണ് കേട്ടോ. അവരുടെ വേഷമൊക്കെ ഉണ്ടല്ലേ, കയ്യിൽ നേർച്ചയൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആടുകൾ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. ആടിൻ്റെ മേത്തൊക്കെ എല്ലാ ആടിൻ്റെയും ഇതിലിങ്ങനെ സിന്ദൂരമൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ. ഏയ് അമ്പലത്തിൽ വളരുന്ന ആടുകളാണ് ഗൈസ്. ഞാൻ ഇതുവരെ ഇവിടെ അമ്പലത്തിൽ ആടുകളെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. പ്രാവൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാവരും സിന്ദൂരമൊക്കെ തൊട്ട് കൊടുക്കുന്നു, അല്ല സിന്ദൂരം ഉള്ളിടത്ത് പോയിട്ട് ഇരുന്നിട്ടാവുന്നതൊക്കെയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ മേത്തുണ്ട്. പ്രാവിൻ്റെ മേത്തുണ്ട്, ഇതുണ്ടോ, ആടിൻ്റെ മേത്തുണ്ട്. സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 2 പേര് വടിയിൽ നടുക്ക് കെട്ടി ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ അമ്പലത്തിൻ്റെ തന്നെ സ്റ്റാഫുകളാണെന്ന് തോന്നുന്നു. അമ്പലക്കുളമാണ് കേട്ടോ. കുളത്തിലിറങ്ങി കാലൊക്കെ കഴുകിയിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. और शांति शांति बना करते हैं। ഏകദേശം 5 മണിക്ക് ക്യൂ നോട്ടോ. ഇപ്പോൾ 6:30 ഇതിലാണ് നമ്മൾ എൻഡ് ചെയ്യുക, പുറത്തേക്ക് വരിക. അതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോയി പ്രാർത്ഥിച്ച് വരുന്നത് കേട്ടോ. ഒരു ഫീല് തന്നെയാണ് ഗൈസ്, ഒരു ഫീല് തന്നെയാണ്. ഒരിക്കലും വരണം, എല്ലാവരും വരണം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകാം കേട്ടോ. തൊഴുത് കഴിഞ്ഞ് സമയം ഇത്രയായി, ഇനി റൂമിലേക്ക് എത്തണം. അങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് പുറത്തേക്ക് പോകാം കേട്ടോ. ഇനി ഇവിടുത്തെ നൈറ്റ് ട്രാവൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഗൈസ്. സമയം ഇപ്പോൾ ഇതാ 6:30. അതായത് ഇവിടെ മുൻപ് ഇതിൻ്റെ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയാം, 5 മണി 5:15 ആകുമ്പോൾ ഇവിടെ ഇരുട്ടാവും. അങ്ങനെ നമ്മുടെ സ്വന്തം നാട്ടിലെത്തിയ പോലെയാണ് കേട്ടോ. കൈകുച്ചിയിൽ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇപ്പോൾ സ്വന്തം നാട്ടിലെത്തിയ പോലെയാണ്. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഒരു 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 1/2 കിലോമീറ്റർ ഇല്ല, 400 മീറ്റർ റൂമിലേക്ക് നടക്കാനുണ്ട് ഗൈസ്. നടന്ന് ഇനി നമുക്ക് റൂമിലെത്തിയിട്ട് കാണാം. അങ്ങനെ റൂമിലെത്തി തിരിച്ച് വേർത്ത് കുളിച്ചൊരവസ്ഥയിലാണ് ഗൈസ് ഉള്ളത്. ഈ ലോക്കൽ ട്രാൻസ്പോർട്ട്, ലോക്കൽ ട്രാവൽ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങി നാളെ രാവിലെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റാണ്. അപ്പോൾ ഇനിയും നാളത്തെ വീഡിയോ, അതായത് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മുടെ ബാഗ് അന്ന് വന്ന സമയത്ത് മറന്നു വെച്ചതുണ്ട്. നമ്മൾ മറന്നു വെച്ച സാധനങ്ങൾ എയർപോർട്ടിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നാളത്തെ വീഡിയോ. അപ്പം ഇവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോകുന്നതും അവിടുന്ന് നമ്മുടെ ബാഗ് റിക്കവർ ചെയ്തെടുക്കുന്നതൊക്കെയാണ് നാളത്തെ വീഡിയോ. അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം ഗൈസ്.